ഹായ് ഫ്രണ്ട്സ്, ന്യൂഡിൽസ് ബ്ലെൻഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുക്കിംഗ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് മുന്നേ ഞങ്ങളുടെ വീട്ടിലെ മുന്തിരി കുലകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മൂട് ചെറിയ മുന്തിരിയുടെ വള്ളികൾ ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഴുത്ത് തുടങ്ങിയ കായകളെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പം പഴുത്ത് തുടങ്ങാറായ സമയത്ത് ഞങ്ങൾ എടുത്തൊരു വീഡിയോ ആണ്. കുറച്ച് ഭാഗം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇതിപ്പം കായ്കളൊക്കെ ഒരുവിധം നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. മിക്ക സമയത്തും നമ്മൾ ഇത് വന്ന് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പഴുത്തിരിക്കുന്ന കുലകളൊന്നും കാണാനില്ല. കാര്യം ഇവിടെ ശരിക്കും നരിച്ചിലും വവ്വാലിൻ്റെയൊക്കെ ശല്യമുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആൽമരം നിൽപ്പുണ്ട്. രണ്ടാമത് അണ്ണാൻ്റെ ശല്യം ശരിക്കുമുണ്ട്. കിളികളുണ്ട്. ഞാൻ ദിവസവും 2 പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ കയറി എല്ലാം നോക്കാറുള്ളതാണ്. രാവിലെയും വൈകിട്ട് ഞാൻ കയറി നോക്കാറുള്ളതാണ്. ഞാൻ കരുതിയത് ഇത് കിളി കൊണ്ട് പോയെന്നൊന്നും അല്ല വിചാരിച്ചത്, തനിയെ പൊഴിഞ്ഞു കൊണ്ട് പോയെന്നാണ് കരുതിയത്. കാര്യം എൻ്റെ പട്ടിക്കുഞ്ഞ് ഇതെല്ലാം കഴിക്കും. അപ്പോൾ അവൾ കഴിച്ചിട്ടുണ്ട്, അവൾക്ക് തറയിലാണ്ട് വീണ് കഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതല്ല, ഇത് വവ്വാലും അണ്ണാനും നരിച്ചിലും എല്ലാം കൊണ്ടുപോയതാണ് ഇത്. പിന്നെ ഉറുമ്പും ഉണ്ട്. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞപ്പോൾ ഉറുമ്പും ചെറിയ ശല്യമായിട്ട് വരുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അവരൊക്കെ കഴിച്ച് തീർത്തതാണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എല്ലാം പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു 3-4 മരമാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചത്. ചെറുതാണിത്. ഇതിത്രയും നമ്മളിത് പിച്ചിയെടുത്ത കുലകളാണിത്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ പഴുക്കാനുണ്ട്. നമ്മളിപ്പോൾ പിച്ചി കട്ട് ചെയ്തെടുത്ത സമയത്ത് ഇത് 2 സൈസിലെ മുന്തിരി ഇതിലുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ജ്യൂസ് ഇടിക്കുന്ന മുന്തിരി ഇതിനകത്തുണ്ട്. ഒരു കുലയിൽ ഒരു മരത്തിനകത്ത് ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയുടെ ടേസ്റ്റാണ് വന്നത്. ഒന്നിൽ നമ്മൾ സാധാ നോർമലായിട്ടുള്ള മുന്തിരി, കറുത്ത കളറുള്ള മുന്തിരിയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം നന്നായിട്ട് കായ്ക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ നന്നായിട്ട് ഇലകളെല്ലാം കോതി കൊടുക്കണം. കോതി മാറ്റിയിട്ട് ഇനി വീണ്ടും നമ്മൾ കുറച്ച് പേർക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. കുത്തി ഇളക്കിയിട്ട് കുറച്ച് വളങ്ങൾ നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് ഇനി അടുത്ത പ്രാവശ്യം നല്ലതായിട്ട് നമുക്ക് വിളവ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ട് കായ്ച്ചതുകൊണ്ടാവണം 10-26 കിലോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ഒരുപാട് ലെങ്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മുന്തിരി നല്ല സൈസായിട്ടുള്ള മുന്തിരിയായിരുന്നു. നമുക്ക് വിഷാംശമില്ലാത്ത നല്ല മുന്തിരിയാണ് ഇവിടുന്ന് കിട്ടിയത്. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ കൂടുതലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാനിത് അത്രയ്ക്ക് അങ്ങ് കെയർ ചെയ്തിട്ടില്ലായിരുന്നു. അത്യാവശ്യം കെയർ ചെയ്യുന്നെങ്കിലും ഒത്തിരി അങ്ങ് കെയർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നത് പലപ്പോഴും എനിക്കത് ആദ്യമേ മനസ്സിലായിരുന്നു. ഇതിനകത്ത് ആദ്യം മുന്തിരികൾക്ക് പൂത്തു തുടങ്ങിയപ്പം ഇത് പൂത്തു വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. കാര്യം പുതിയ ഇലകൾ തിളിർത്ത് വരുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നീടാണിത് മനസ്സിലായത്, മുന്തിരി പൂത്തു തുടങ്ങുന്നതെന്ന് മനസ്സിലായത്. അപ്പോഴേ ആ സമയത്ത് 1-2 പ്രാവശ്യം മഴ പെയ്തായിരുന്നു. ആ മഴയത്ത് കുറേ പൂക്കളും അങ്ങനെ അങ്ങ് മിസ്സായി പോയായിരുന്നു. എന്തായാലും ഉള്ളത് കുറച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ടുള്ള മുന്തിരിയായിരുന്നു കിട്ടിയത്. ഞാനിപ്പോൾ എനിക്ക് നിലത്ത്, അതായത് തറയിൽ സ്പേസ് ഇല്ലാഞ്ഞ കാരണമാണ് ഞാനിപ്പം ഇത് വാർപ്പിൻ്റെ മുകളിൽ തന്നെയാണ് ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് ഇതൊരു പന്തൽ പോലെ കൂട്ടി കൊടുത്തിട്ട് ഇവരെ വളർത്തിയത്. നമ്മളെപ്പോഴും നിലത്ത് തന്നെയായിട്ട് നമ്മളിത് വളർത്തി കഴിഞ്ഞാൽ തറയിൽ നമ്മൾ നന്നായിട്ട് ഒരു മീറ്ററോളം ഉള്ള നീളവും വീതിയുള്ള കുഴിയെടുത്തിട്ട് അതിൽ കുറച്ച് ചാണകത്തിൻ്റെതും കുറച്ച് മണൽ, നല്ല മണൽ കിട്ടും. ഇപ്പോൾ മണൽ സുലഭമായിട്ട് കിട്ടാൻ പറ്റുന്നില്ല. കാരണം എംസാൻഡും ഇതൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാവരും. അതുകൊണ്ട് മണൽ കുറവാണ്. എന്നാലും ഈ ആറിൻ്റെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആറ്റിൻ്റെ അടുത്ത് നമ്മൾ കായലിൻ്റെ വരത്തുനിന്ന് കൊണ്ടുപോയി കുറച്ച് മണൽ കിട്ടുമെങ്കിൽ കോരി കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ആ മണലും കുറച്ച് ഉപ്പും കുമ്മായവും എല്ലുപൊടിയും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച മുന്നിട്ടെങ്കിൽ നമ്മളത് വെച്ചൊന്ന് പുളിപ്പിക്കണം. കാര്യം വെച്ച് കുഴിച്ചിട്ടിട്ട് അതിലിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനകത്തുള്ള വിരശല്യങ്ങളും അതും ഇതൊക്കെ മാറും. അതായത് പലതരത്തിലുള്ള വിരകളുടെ ശല്യങ്ങളുണ്ടാവും. നമ്മൾ നടപ്പം തന്നെ അതിൻ്റെ മൂടി ചെള്ളാക്കി കളയാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ശകലം ഉപ്പുപൊടിയൊക്കെ ഇട്ട് വിതറിയിട്ട് നന്നായിട്ട് നമ്മൾ കുഴി സെറ്റ് ചെയ്തിട്ടിട്ട് വേണം നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇതെടുത്ത് ഇങ്ങനൊരു നല്ലൊരു തൈ അതായത് നമ്മളിപ്പം നഴ്സറികളിൽ നിന്ന് കിട്ടും. അതായത് പച്ചക്കറികളുടേതും ഫ്രൂട്ട്സിൻ്റെ ഐറ്റങ്ങളൊക്കെ വിൽക്കുന്ന നഴ്സറികളുണ്ട്. അവിടെ നിന്ന് നല്ലൊരു തൈ മേടിച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് നിലത്ത് നട്ടിട്ട് നമ്മൾ അത് മുകളിലേക്ക് പടർത്തി വിട്ട് കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കും. താഴെ അതിന് ഒരുക്കാനുള്ള പന്തലുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തന്നെ പന്തൽ ഒഴിക്കാനും മതി. അത് നന്നായിട്ടത് കായ്ച്ചു കിട്ടും. എനിക്ക് 100% നല്ലൊരു വിശ്വാസമുണ്ട്. കാര്യം ഞാനിത് ഒരിക്കലും വിചാരിച്ചില്ല. കാര്യം ഞാനിങ്ങനെ ചെയ്തിട്ട് ഇതിൽ കായ് പിടിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതിൽ കിട്ടിയ കായ്കൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇപ്പം പഴുത്തും കിട്ടി,
അത് ഉണങ്ങിപ്പോവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ചെറിയ ഫംഗസ് ഉണ്ടാകുന്നോ നമ്മൾ ശ്രദ്ധിക്കണം. ഇലകളിൽ എന്തെങ്കിലും പുഴുക്കളുടെ ശല്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായില്ലെന്ന് നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ മുന്തിരി നന്നായിട്ട് പടർന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കാൻ ശ്രമിക്കണം. ചെറിയ അധ്വാനമുണ്ട്, മാത്രമല്ല ഇവരെ പരിചരിക്കുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. നമ്മൾ രാവിലെയും വൈകിട്ടും നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വളം യൂസ് ചെയ്തിട്ട് കൊടുക്കണം. ഇവർ നന്നായിട്ട് പരിപാലിക്കണം. കാര്യം നമ്മളെ മക്കളെ പരിപാലിക്കുന്ന പോലെ തന്നെയാണ് ഇവരെ നമ്മൾ പരിപാലിച്ചെടുക്കാനുള്ളത്. എന്നാലേ ഇവർ ഇതൊക്കെ നന്നായിട്ട് കുലച്ച് കിട്ടത്തുള്ളൂ. ബാർ സോപ്പില്ലേ, നമ്മൾ വീട്ടിൽ തുണി കഴുകുന്നതിൻ്റെ സോപ്പ്, അത് നമ്മൾ വെള്ളത്തിലിട്ട് അലിയിച്ചിട്ട് അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കൂടെ കൊണ്ടുവന്ന്. അപ്പോൾ അതൊക്കെ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഒത്തിരി കീടങ്ങളൊന്നും അത് കയറിയിരിക്കത്തില്ല. പിന്നെ സീഡോമോണും കൂടെ ഞാനിത് മണ്ണ് നമ്മൾ കുഴിച്ച് നമ്മൾ ചട്ടിയിൽ വെച്ചപ്പോഴും സീഡോമോണൊക്കെ ഇട്ട് ഞാൻ കലർത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാര്യം കുമ്മായമൊക്കെ ഇട്ടുണ്ടായിരുന്നു. കാര്യം ഇതെല്ലാം വല്ല വിരശല്യങ്ങളോ മറ്റെന്തെങ്കിലും അതിന് നശിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകുന്നുണ്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതെല്ലാം നട്ടു വളർത്തിയത്. ചില മുന്തിരിയുടെ ഇലകളുടെ മുകളിലൊക്കെ ഈ ചിത്രശലഭം വന്ന് വരച്ചതുപോലെയൊക്കെ തോന്നും, ചില വരയും കുറി, അതൊക്കെ വെച്ചാൽ അതിൻ്റെ ഫംഗസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള മരുന്നുകളൊക്കെ നമ്മൾ മേടിച്ച് കൃഷിഭവനിൽ പോയിട്ട് പറഞ്ഞിട്ട് അതിനുള്ള പ്രതിരോധത്തിനുള്ള മരുന്ന് നമ്മൾ മേടിച്ച് തളിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് പുകയിലയോ പിന്നെ വേപ്പെണ്ണയും നമ്മൾ കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടച്ചിട്ട് അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊക്കെ തളിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ മീൻ കഴുകുന്നതിൻ്റെ വെള്ളമൊക്കെ ഇതിന് കൊണ്ടൊന്ന് ഉപയോഗിച്ച് കൊടുക്കണം. കാര്യം നല്ലൊരു വളമാണ്. അതുപോലെ അവരുടെ വളങ്ങളൊക്കെ 2-3 പ്രാവശ്യം, ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യത്തിന് മുന്നോട്ട് വളങ്ങളെല്ലാം ചേർത്ത് കൊടുക്കണം. ഈ ചട്ടിയിലൊക്കെ ഇരിക്കുമ്പോഴേച്ച് വലിയ ചട്ടിയാണ്, പക്ഷേ അതിലിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇതിൻ്റെ തായ്വേരുകളും ഒക്കെ വളഞ്ഞ് വല്ലാതായിട്ടാണ് ഇവർ പിടിക്കുന്നത്. നമ്മൾ താഴെ വെച്ച് നമ്മൾ നന്നായിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി കുലച്ച് നന്നായിട്ട് കയറി വളർന്നു കിട്ടുകയും ചെയ്യും, ശരിക്കും കുലകൾ കിട്ടുകയും ചെയ്യും. എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ സ്ഥലമുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ താഴെ തന്നെ നമ്മൾ മാക്സിമം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും. നമ്മൾ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ആക്റ്റീവായി കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള ജോലികളിൽ നമ്മൾ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളും ഇതേപോലെ എല്ലാവരും മുന്തിരിത്തോട്ടം, ഒരു ചെറിയ മുന്തിരിയെങ്കിൽ ഒരു വള്ളിയെങ്കിലും കൊണ്ടുവച്ച് പിടിപ്പിച്ചൊരു ചെറിയൊരു മുന്തിരിത്തോട്ടം നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം ഇപ്പോഴത്തെ തലമുറകളിൽ എല്ലാ കുട്ടികൾക്കും ഒന്നീ ക്യാൻസർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിൽ അടിമപ്പെട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. കാര്യം അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം, അതായത് മുന്നോട്ട് അവർക്ക് ജീവിതത്തിൽ നല്ലൊരു ഭാവി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷാംശമില്ലാത്ത മുന്തിരിയായാലും പച്ചക്കറികളായാലും മീൻ വർഗ്ഗമായാലും എല്ലാം അതനുസരിച്ച് നമ്മളത് തയ്യാറാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഭാവിയെങ്കിലും സുരക്ഷിതമാകും. കാര്യം നമ്മളുടെ തലമുറയോ ഇതുപോലെ വിഷാംശമുള്ള ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും മിക്കവട്ടുള്ള ആൾക്കാർക്കും അസുഖങ്ങളായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്കെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പച്ചക്കറികളായാലും ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റങ്ങളായാലും നമ്മളെ വീട്ടിൽ നട്ടു വളർത്തി പിടിപ്പിച്ച് അവർക്ക് അതിൽ കിട്ടുന്ന കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യങ്ങളാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല തരത്തിലുള്ള മുന്തിരി എനിക്ക് പിച്ചിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം ഒത്തിരി അതിൽ നിന്ന് മിസ്സായി, കുറേയൊക്കെ അണ്ണാനും കിളികളൊക്കെ കൊണ്ടുപോയി, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കുറച്ച്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാഞ്ഞുകൊണ്ട് വന്ന ഫാൾട്ടാണിത്. അത് നല്ല കറുപ്പ് കളറിൽ കാണുന്ന ജ്യൂസിൻ്റെ മുന്തിരിയാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് സാധാ മുന്തിരിയാണ്. സാധാ മുന്തിരിക്ക് നല്ല മധുരമുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് വീട്ടിൽ പിടിക്കുന്ന മുന്തിരിക്കയൊക്കെ പുളിപ്പായിരിക്കും, അങ്ങനെ മധുരം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ നല്ല മധുരമുണ്ട്. അതുപോലെ ഞങ്ങളുടെ ചാനലൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം. കാര്യം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കണം. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാൻ ശ്രമിക്കണം മാക്സിമം. അതുപോലെ മാക്സിമം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എല്ലാ രീതിയിലും പ്രൊമോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇതുപോലെ വളരെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഉടൻ തന്നെ നിങ്ങളടുത്തെത്തുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.